ഇബ്രാഹിം അലൈഹിസ്സലാം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട അനുഭവമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹുമ്മ അഹ്ലികുഹു, പടച്ചവനെ ആ മനുഷ്യനെ നീ അങ്ങ് നശിപ്പിച്ചേക്ക്. ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കുന്ന ആളല്ലേ, എന്തിനു ഇയാളൊക്കെ ജീവിക്കുന്നു, നശിപ്പിച്ചേക്ക് റബ്ബേ. അള്ളാഹുവിൻ്റെ വഹി വന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്. യാ ഇബ്രാഹീമു, ഇബ്രാഹിം നബിയേ, ലൗ അഹ്ലക്നാ കുല്ല അബ്ദിൻ അസാ ലമാ ബഖിയ ഇല്ലാ ഖലീൽ. തെറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ നശിപ്പിക്കാൻ തുനിഞ്ഞാൽ ഇവിടെ കുറച്ചാളെ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഇബ്രാഹിം നബിയേ, വലാകിൻ ഇദാ അസാ അംഹൽനാഹു, തെറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരൽപ്പം സമയം കൊടുക്കുന്നുണ്ട്. തൗബ ചെയ്ത് മടങ്ങട്ടെ. ഫഇൻ താബ ഖബിൽനാ, തൗബ ചെയ്ത് മടങ്ങിയാൽ ആ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കും. വഇൻ അസ്വറ, ആ തെറ്റിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അഖർനാ, കുറച്ചുകൂടെ സമയം നീട്ടിക്കൊടുക്കും. അഖർനൽ ഇഖാബ അൻഹു, ഞാൻ ആ ശിക്ഷിക്കുന്നത് ഒരൽപ്പം അങ്ങോട്ട് നീട്ടിക്കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്തിനെന്നറിയോ? പറ്റാത്തത് കൊണ്ടല്ല. ലിഇൽമിനാ ബിഅന്നഹു ലാ യഖ്റുജു അൻ മുൽക്കിനാ, എൻ്റെ അധികാരമണ്ഡലത്തിൽ നിന്ന് ഓടി മറയാൻ അവനെ കൊണ്ട് കഴിയില്ല എന്നെനിക്കറിയാം. എങ്ങനെ ആയാലും അവനെ പിടിക്കാൻ എനിക്ക് കഴിയും. എന്നാലും ഇബ്രാഹിം നബിയെ അവരങ്ങ് നശിപ്പിക്കണേ എന്ന് പറയല്ലേ, കുറച്ച് സാവകാശം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അല്ലാഹു ഹലീമാണ്, അല്ലാഹു സഹനമുള്ളവനാണ്, നമുക്ക് നന്നാവാൻ അവസരം നൽകുകയാണ്.